പറയും അമ്മേ കമ്പനിക്ക് വർക്കില്ല, ഞാൻ എന്താ ചെയ്യുന്നത്, ഒരു എൻക്വയറി പോലും വരുന്നില്ല, ഞാൻ എന്താ ചെയ്യുന്നത്, സ്റ്റാഫിന് ശമ്പളം കൊടുക്കാനായിട്ട് പറ്റുന്നില്ല, ദിവസം ചെല്ലും തോറും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണില്ല, ഞാൻ അത് ആർക്കെങ്കിലും കൈമാറ്റം ചെയ്യണോ, ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ഓഫീസിൽ പോകാൻ തന്നെ തോന്നണില്ല. ഞാനപ്പോൾ അവൻ പറയുന്നത് അല്ലെങ്കിൽ ഫോണിൽ കൂടെ വിളിച്ച് പറയുമ്പോൾ ഞാനത് സ്പീക്കറിൽ വെച്ചിട്ട് ആ രൂപത്തിൻ്റെ അവിടേക്ക് ഞാൻ കേൾപ്പിച്ചു കൊടുക്കും. എനിക്കൊന്നും ഇതിൽ ചെയ്യാനില്ല, നിങ്ങൾക്കേ അത് ചെയ്യാനുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് ഈശോയോടും പറയും. ഞാൻ സഹായിയാണ്, എനിക്ക് നിങ്ങളോട് പറയാനേ പറ്റുള്ളൂ എന്ന് പറയും. 6ാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, അമ്മേ ഓഫീസിൻ്റെ കാര്യം ഒന്ന് നിയോഗത്തിൽ വെക്കണം എന്ന് പറഞ്ഞു. ഞാനത് നിയോഗത്തിൽ ഞാൻ വെച്ചു. ആ നിയോഗത്തിൽ വെച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പള്ളിയിൽ, അടുത്തുള്ളൊരു പള്ളിയിൽ അച്ഛനെ കൊണ്ടുവന്ന് ഓഫീസ് വെഞ്ചിരിച്ചു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രമൻഡസ് ചേഞ്ചസ് ആണ് കമ്പനിക്ക് വന്നത്. പറയാൻ പറ്റാത്ത രീതിയിൽ അത്രയും നാളും കെട്ടിക്കിടന്ന ഒരു എൻക്വയറി പോലും കമ്പനിക്ക് വന്നിരുന്നില്ല. കമ്പനിയിലെ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വരെ ബുദ്ധിമുട്ടായിരുന്ന കമ്പനിക്ക് എവിടെന്നോ ചാകര പോലെയാണ് വർക്ക് വന്നുകൊണ്ടിരുന്നത്.